മോഡൽ എക്സാമിന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഒന്നും പഠിച്ചിട്ടില്ലെന്ന്. അത് കണ്ടുപിടിക്കാൻ സഹായിച്ചത് ഹിന്ദി എക്സാം ആയിരുന്നു. ഒന്നും എഴുതാതെ ഹാളിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് ഒരുപാട് കരഞ്ഞു. എന്നിട്ട് ശരി പിന്നെ പഠിക്കാം എന്ന് വിചാരിച്ച് ഹിന്ദി ടെക്സ്റ്റ് തന്നെ അങ്ങോട്ട് ആദ്യം തുറന്നു ഞാൻ അങ്ങ് ഞെട്ടി. കടലുപോലെ ചാപ്റ്റേഴ്സ് പോരാഞ്ഞിട്ട് ഓരോ ആൾക്കാരുടെയും ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം, ഡയറി പഠിക്കണം, ലെറ്റർ പഠിക്കണം, പോയത്തിന്റെ ആശയം പഠിക്കണം. അങ്ങനെ തല പുകഞ്ഞ് ഞാൻ വീണ്ടും കരഞ്ഞു. വെറും ഒരു വീക്ക് കൊണ്ടാണ് ഞാൻ ഹിന്ദി SSLC ഹിന്ദി ഫുൾ സിലബസും പഠിച്ചെടുത്തത്. ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് പോയി എഴുതിയ എക്സാമും ഹിന്ദി ആയിരുന്നു. Once again, welcome back to my YouTube channel SSLC Kiddos. I am Aruna, currently studying in +1. So please do subscribe my YouTube channel. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. എൻ്റെ വീഡിയോസ് SSLC കുട്ടികൾക്ക് മാത്രമുള്ളതല്ല. 8th ഉള്ളവർക്കോ 9th ഉള്ളവർക്കോ ആർക്ക് വേണോ കാണാം. +1 +2 ഒഴിച്ചിട്ടുള്ള വേറെ ആർക്ക് വേണോ എൻ്റെ വീഡിയോസ് കാണാം. എല്ലാവരും പഠിക്കുന്നത് ഒരേ രീതിയാണ്, എല്ലാം സെയിം തന്നെയാണ്. ചാപ്റ്റേഴ്സിന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ജനറൽ റിമൈൻഡർ, നിങ്ങളൊരു പഠിപ്പിയാണെങ്കിൽ ഈ വീഡിയോ കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നത് ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഏതൊരു കുട്ടികൾക്കും A+ലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ബിക്കോസ് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റ് ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ബോർഡ് റിസൾട്ട് എന്താണെന്നുള്ളത്. ഇതായിരുന്നു എൻ്റെ റിസൾട്ട്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻറ്റ് ആണെങ്കിൽ കണ്ടാൽ മതി. നന്നായിട്ട് പഠിക്കുന്നവർക്ക് ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാണും. പക്ഷേ ആവറേജിൽ കിടക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എനിക്കും അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. താല്പര്യമുള്ളവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി. മൈ പേഴ്സണൽ ടൈം. സോ ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ആക്ച്വലി ഞാൻ ഹിന്ദി അത്യാവശ്യം കാണാതെ പഠിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. അത് ബോർഡ് എക്സാമിനും അങ്ങനെ തന്നെ. ശരിക്കും നമ്മൾ കാണാതെ പഠിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഹിന്ദി എനിക്ക് എത്ര മനസ്സിലാക്കി പഠിക്കാനുള്ള കഴിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കാണാതെ പഠിച്ചൊരു പേഴ്സൺ ആണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. കാണാതെ പഠിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കാണാതെ പഠിച്ച ഒരു പേഴ്സൺ ആണ്. 7th ആയിക്കോട്ടെ, 8th ആയിക്കോട്ടെ, 9th ആയിക്കോട്ടെ, എനിക്ക് ഹിന്ദിയിൽ നല്ല മാർക്ക് തന്നെ ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയില്ല, ഞാൻ ഹിന്ദി അങ്ങനെ ഇരുന്ന് മെനക്കെട്ട് പഠിക്കാറൊന്നുമില്ല. എന്നാലും ഞാൻ എന്തോ എവിടെ നിന്നൊക്കെയോ പഠിച്ചിട്ട് പോയിട്ട് എനിക്ക് അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു. 8th പ്രത്യേകിച്ച് 7th 8th ആയിരുന്നു അങ്ങനെ നല്ലൊരു ഗ്രേഡിങ് ഉണ്ടായിരുന്നത്. 9th വന്നപ്പോഴത്തേനും അത് കുറഞ്ഞു വന്നു. 10th വന്നപ്പം അത്രയും ബേസ് ആയിട്ട് കുറഞ്ഞു. സോ ഞങ്ങൾ 10th വന്ന സമയത്ത് ഞങ്ങൾക്ക് 2 ടീച്ചേഴ്സ് ആയിരുന്നു ഹിന്ദി പഠിപ്പിക്കാനുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞങ്ങളെ ആഷ്മി ടീച്ചർ ആയിരുന്നു. സോ ഷി വാസ് സോ കൈൻഡ് ടു അസ്. ടീച്ചിങ് രീതികളായിരുന്നാൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങളെ 9th ടീച്ചർ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഐ തിങ്ക് 8th ഓൾസോ. അപ്പം ഭയങ്കര നല്ലൊരു ടീച്ചറാണ്. ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഹിന്ദി ടീച്ചർ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കാണാതെ പഠിച്ചിട്ടാണെങ്കിൽ പോലും മനസ്സിലാക്കി കാണാതെ പഠിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ സമയത്താണെങ്കിൽ പോലും എനിക്ക് ടീച്ചർ ഉണ്ടാകുന്ന സമയത്ത് നല്ലൊരു മാർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ എല്ലാവർക്കും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ടീച്ചർ മെറ്റേണിറ്റി ലീവ് എടുത്ത് പോയിട്ട് വേറൊരു ടീച്ചർ വന്നു. ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഐ ലിറ്ററലി ഹേറ്റ് ദാറ്റ് ടീച്ചർ. സീരിയസ്ലി. എനിക്ക് മാത്രമല്ല ക്ലാസ്സിലുള്ള എല്ലാവർക്കും. ഞങ്ങൾ മാർക്ക് കുറയാൻ തുടങ്ങി. ഞങ്ങൾ നേരെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഷി വാസ് സോ റൂഡ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഒരുമാതിരി വഴക്ക് പറയുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഇറ്റ്സ് മൈ പേഴ്സണൽ തിങ്. എനിവേ അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് ഹിന്ദി പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോയി. കാരണം നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. ഷി വാസ് സോ റൂഡ്. മാർക്കിംഗ് ആയിരുന്നാൽ പോലും അധികം മാർക്ക് തരിക അങ്ങനെ ഒന്നുമില്ല. അപ്പം എനിക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോയി. അതാണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ മോഡൽ എക്സാം ആയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഹിന്ദി ഒന്നും പഠിച്ചിട്ടില്ലെന്ന്. മോഡൽ എക്സാമിന് ഹിന്ദി ഇരുന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല. ഒരു ചാപ്റ്റേഴ്സ്, ഒരു കഥയും അറിയത്തില്ല, ഒരു പോയും അറിയാം. എന്തെങ്കിലും അറിയെങ്കിൽ നമുക്ക് എഴുതാമല്ലോ. എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ക്ലാസ്സിലിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. ആൻഡ് ഞാൻ വീട്ടിൽ വന്നിട്ട് കരയാൻ തുടങ്ങി. കാരണം ബോർഡ് എക്സാമിന് നമുക്ക് കയ്യിൽ എണ്ണാൻ പറ്റുന്നതിൽ അത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, പറ്റുമെങ്കിൽ നിനക്ക് ഇനി പഠിച്ചെടുക്കാം, കഴിവുണ്ടെങ്കിൽ പഠിച്ചെടുക്കാം, പഠിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഹിന്ദി പഠിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഹിന്ദി ബുക്ക് തുറന്നപ്പോൾ ഏകദേശം കറക്റ്റ് എനിക്കറിയില്ല, അക്യുറേറ്റ് ആണെന്നറിയില്ല, ഏകദേശം 13 ചാപ്റ്റേഴ്സോളം എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് 13 ചാപ്റ്റേഴ്സോളം ഉണ്ട്. ഈ 13 ചാപ്റ്റേഴ്സിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡയറി ഉണ്ട്, ഓരോ ആൾക്കാരുടെ ലെറ്റർ ഉണ്ട്, ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, പോരാനിട്ട് ദോഹയുണ്ട്. ദോഹ മൂന്നല്ല ഒരുപാട് ദോഹകളുണ്ട്. ഏകദേശം ഒരാളുടെ തന്നെ 2 പഠിക്കാനുണ്ട്. അങ്ങനെ 2, 4, 6 6 ദോഹകളുടെ അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം ഹിന്ദിയിൽ. ആൻഡ് എനിക്കങ്ങ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഹെവി ആയിപ്പോയി. എനിക്ക് ഒട്ടും സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ വീണ്ടും കരഞ്ഞു. പിന്നെ ഞാൻ വെച്ചു കരഞ്ഞ് എന്നിട്ട് കാര്യമില്ല. ഹിന്ദി പോലുള്ള നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആണ്. ഹിന്ദി പോലുള്ള ഒരു
ലാംഗ്വേജിന് എനിക്ക് എൻ്റെ A+ കളയേണ്ട കാര്യമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഹിന്ദി പഠിക്കാൻ തുടങ്ങിയത്. ആൻഡ് ഹിന്ദി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഹിന്ദിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ മനസ്സിലാക്കി തന്നെയാണ് പിന്നീട് പഠിച്ചത്. എനിക്ക് പിന്നെ ഹിന്ദിയിൽ ഓരോ വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും, കണ്ടാൽ മനസ്സിലാവും, വായിക്കാൻ അറിയാം, പിന്നെ വായിച്ചാൽ തന്നെ മനസ്സിലാവും, അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. ഇത് വെറും ഒരാഴ്ച കൊണ്ടാണ് പഠിച്ചത്. ഞാൻ നിങ്ങൾക്ക് ചുമ്മാ യൂട്യൂബിൽ എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവാനോ അല്ലെങ്കിൽ വേറെ വ്യൂസിനോ കാര്യങ്ങൾക്കോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്, ഞാൻ കറക്റ്റായിട്ടാണ് പറയുന്നത്. ഒരു കളത്തിനും ഒന്നുമില്ല. 1 വീക്കിനും താഴെ എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. അത് വെറുതെ 5 മിനിറ്റ് പഠിക്കുക അങ്ങനെയല്ല, ഞാൻ ത്രൂഔട്ട് ദ ഡേ ഇരുന്ന് പഠിച്ചു. അങ്ങനെയാണ് എനിക്ക് ഹിന്ദിയിൽ A+ കിട്ടിയത്. എൻ്റെ ഫ്രണ്ട്സും വേണമെങ്കിൽ ഞാൻ പ്രൂഫ് വരെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട്സും ഞാൻ പഠിച്ച ടിപ്സ് യൂസ് ചെയ്ത് പഠിച്ചിട്ടാണ് ലാസ്റ്റ് മിനിറ്റ് അവർക്കും A+ ഉണ്ടായിരുന്നു. അവർക്കും ഹിന്ദിയിൽ ഞങ്ങളൊക്കെ ഒരേ ലെവലായിരുന്നു ഹിന്ദിയിലൊക്കെ. അപ്പോൾ ഹിന്ദിയിലൊക്കെ ഞങ്ങൾക്കൊക്കെ പുതിയ ടീച്ചർ വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ഹിന്ദി പഠിക്കാണ്ടായി. അങ്ങനെ ആയപ്പോഴത്തേക്കും 40 ഞങ്ങൾക്കൊക്കെ കഷ്ടിച്ച് ഒരു 15, 20, 25 അതിനകത്തേക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് PDF നോക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഒരൊറ്റ PDF യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ 3 പേരും പഠിച്ചത്. ആ ഒരു PDF ഞങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്തു. ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഇവരത് പഠിക്കാൻ തുടങ്ങി. ഇവർക്ക് SSLC ബോർഡ് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റി. ഇവർക്കും A+ കിട്ടി. സോ ഇതാണ് എൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പഠിച്ചെടുത്ത എൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഒരൊറ്റ PDF ആയിരുന്നു. ഈ ഒരൊറ്റ PDF യൂസ് ചെയ്തിട്ടാണ് ഞാൻ SSLCയിലെ തന്നെ ഹോൾ സിലബസ് പഠിച്ചെടുത്തത്, അതും വിത്തിൻ 1 വീക്ക്. അപ്പോൾ PDF എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് SSLCയിൽ പഠിക്കാനുള്ള ഹിന്ദിയുടെ ഹോൾ സിലബസ് ഇല്ലേ, ആ സിലബസിന്റെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും സമ്മറിയാണ് ഉള്ളത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് വേണ്ടിയിട്ട് ഒന്നും കൂടെ തപ്പിപ്പിടിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് തരാം. ഒരിക്കലും നമ്മൾ ഓരോ ആൾക്കാരുടെ ഡയറിയും ലെറ്ററും പിന്നെന്താണ് ക്യാരക്ടർ സ്കെച്ചും ഒന്നും ഇങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. പഠിക്കുന്നവർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്തതും എൻ്റെ ഫ്രണ്ട്സ് ചെയ്തതും ഓരോ ആൾക്കാരുടേതായിട്ട് ഇങ്ങനെ ഇതുവരെ പഠിച്ചിട്ടില്ല. ഞങ്ങൾ SSLC ബോർഡ് എക്സാം എഴുതുന്ന സമയത്തും എല്ലാ ആൾക്കാരുടെ പഠിക്കാനുള്ള സമയം ഞങ്ങൾക്കില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുമില്ല. ഞങ്ങളത് പഠിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് A+ പോയിട്ടുമില്ല. ഹിന്ദിയൊക്കെ പെട്ടെന്ന് A+ എടുക്കാവുന്ന കാര്യമാണ്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഹിന്ദിയൊക്കെ പുഷ്പം പോലെ കിട്ടും. നമുക്ക് എന്തെങ്കിലും അറിയാമെന്ന് നമ്മൾ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ മാർക്ക് ഇട്ട് തരും. അത് ഒബ്വിയസ്ലി അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഹിന്ദിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം, എന്തെങ്കിലുമൊക്കെ വിവരമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാർക്ക് എടുത്ത് ടീച്ചേഴ്സ് അവർ മാർക്ക് ഇടും, A+ ഇട്ട് തരും. അതിലിപ്പോൾ വലിയ ഡീലൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഓണം എക്സാമും ക്രിസ്മസ് എക്സാം ഒക്കെ എഴുതണ്ടേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എഴുതാതിരിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഈ PDF ഉള്ളതെന്ന് പറഞ്ഞാൽ സമ്മറിയാണ് കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും സമ്മറി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഇങ്ങനെ പോയിന്റ് ആയിട്ടാണ് ആശയം കൊടുത്തിട്ടുള്ളത്. ഈ ഓരോ ആശയങ്ങളും ഞാൻ പഠിച്ചെടുത്തു. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും തുടക്കം മുതൽ അവസാനം വരെയുള്ള ചാപ്റ്റേഴ്സിന്റെ ഓരോ ആശയങ്ങൾ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കി തന്നെ പഠിച്ചു. എനിക്ക് അറിയാത്ത വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് അതും ഞാൻ പഠിച്ചു. അർത്ഥമെല്ലാം പഠിച്ചു, മനസ്സിലാക്കി പഠിച്ചു. നമുക്ക് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിൽ ഒരു ആദി വരും. ഇതെങ്ങനെയെങ്കിലും പഠിക്കണം എന്നുള്ളൊരു ആദ്യം. അങ്ങനെ ആ ഒരു ആദിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഫുള്ള് പഠിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റി. കാണാതെ പഠിച്ചതാണെങ്കിൽ പോലും എനിക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ പാട്ട് പോലെയൊക്കെ പഠിച്ചു വെക്കുമായിരുന്നു. ഈ പോയം കവിതയുടെ ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഒരു കവിതയൊക്കെ ഇങ്ങനെ കവിതയുടെ ആശയങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പാട്ട് പോലെ പഠിച്ചു വെക്കും. ഈ മുൻപേ അതിൻ്റെയൊക്കെ ചൂടിലൊക്കെ ഞാൻ ഇങ്ങനെ ആക്കി വെക്കും. അതൊക്കെ ശരിക്കും കാണാതെ പഠിക്കുന്നതാണെങ്കിൽ പോലും എനിക്ക് മനസ്സിലാക്കി പഠിച്ചാലും പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കി പഠിക്കുന്നു, ആ അർത്ഥങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി പഠിക്കുന്നു. പക്ഷെ ആ സെന്റൻസ് മനസ്സിൽ കാണാതെ പഠിച്ചു വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സിന്റെ ഓരോ ആശയങ്ങളും ഓരോ ഡയറിയും ഓരോ ലെറ്ററും ഒക്കെ പഠിക്കുന്നതിന് പകരം ആ ചാപ്റ്ററിന്റെ ആ ഒരൊറ്റ ആശയം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഒരു ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തെഴുതുക. അവിടെയാണ് കഴിവിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ചുമ്മാ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാതെ മനസ്സിൽ ഇങ്ങനെ കുത്തി നിറച്ച് പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലാക്കി പഠിക്കുക. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ കാണാതെ പഠിച്ചു. അത് ഓരോ ആൾക്കാർക്കനുസരിച്ചിരിക്കും. ഇപ്പം എനിക്കത് ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. അത് ഓരോ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓരോ ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാണാതെ പഠിക്കുന്ന കാര്യങ്ങളും അതുപോലെ അറിഞ്ഞു പഠിക്കുന്നതും. ഇപ്പം ഞാൻ മനസ്സിലാക്കി കാണാതെ പഠിച്ചു വെച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കാര്യം. അത് പോയം മാത്രമാണ് ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചിരുന്നത്, കവിതകളുടെ ആശയം.
ഇപ്പോൾ 10th ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കിടക്കിയാണ്. ഈ കിടക്കി ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, റൈറ്റപ്പ് ചോദിച്ചാലും, അല്ലെങ്കിൽ എന്താ കോൺവേഴ്സേഷൻ ചോദിച്ചാലും, ഒരു ഡയറി ചോദിച്ചാലും സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഓരോന്ന് പഠിക്കുന്ന ടീച്ചർ തരുന്ന ഓരോരോ നോട്ട്സ് പഠിക്കുന്നതിന് പകരം ആ ചാപ്റ്ററിന്റെ ആശയങ്ങൾ ഫുള്ളായിട്ട് പഠിക്കാം. ഫുള്ളായിട്ട് പഠിച്ചിട്ട് ഇപ്പൊ നമുക്ക് മേം ഒക്കെ ഇട്ട് കൊടുത്താൽ മേരി, മേര എന്നൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു സെന്റൻസ് ഇപ്പൊ നമ്മൾ എഴുതിയതുപോലെയോ ആ ഒരു സെന്റൻസിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി നമ്മളേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ അറിയാമെങ്കിൽ എഴുതി കഴിഞ്ഞാൽ അവിടെ ആ ഒരു സംഭവം പോർഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആവാണ്. പിന്നെ SSLCയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ ലെറ്ററോ ഡയറോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേജ് ഫുള്ളായിട്ട് എഴുതണം. എക്സാം എഴുതുന്നതിൻ്റെ വീഡിയോ ഞാൻ എങ്ങനെയാണ് എഴുതാനുള്ളതെന്ന് വേറൊരു വീഡിയോ ഇട്ട് ചെയ്യാം. നിങ്ങളുടെ ഓണം എക്സാം ഒക്കെ ആകുന്ന സമയത്ത് എല്ലാ സബ്ജക്റ്റിൻ്റെയും എക്സാം, ഹൗ ടു റൈറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഓരോന്നും ഇങ്ങനെ പഠിക്കാമെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പം എന്തായാലും ഞാൻ പറയാം, ഹിന്ദി എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ലെറ്റർ എഴുതാനും ഡയറി എഴുതാനും ഒരു പേജ് ഫുള്ളായിട്ട് എഴുതണം. വായിച്ച് നോക്കിയിട്ട് അത് അവർക്ക് തൃപ്തി ആവുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മാർക്ക് തരും. അത് അവർക്ക് കാണുമ്പോൾ തന്നെ തൃപ്തിയാവും. ഇത്രയും ഹിന്ദി എഴുതാൻ അറിഞ്ഞിരിക്കണമല്ലോ. അറിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഷീ ഈസ് ഡിസേർവിംഗ് ഓർ ഹി ഈസ് ഡിസേർവിംഗ്. ഓരോ ആൾക്കാരുടെ ഡയറിയും ലെറ്ററും ഒക്കെ സെപ്പറേറ്റ് പഠിക്കുന്നതിന് പകരം ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. അവിടെയാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. അതായത് ഡയറി ഇപ്പം ഞാൻ ഒരൊറ്റ ഡയറി ഫോർമാറ്റ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പുഷ്പം പോലെ മാർക്ക് കിട്ടും. കാരണം ഇൻട്രോ തന്നെ ഏകദേശം ആക്ച്വലി ഇത്രത്തോളം ഇൻട്രോ ഉണ്ട്. അതിനൊരു ബിഗിനിങ് കൊടുക്കണമല്ലോ. അതായത് ഈ സുഖം ഇപ്പം ഡയറി ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും, അവസ്മരണീയ ദിൻത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എഴുതുമല്ലോ. അപ്പോൾ കുറേ ഇൻട്രോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതി വെച്ചിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് ആവറേജുകാർക്കുള്ളതാണ്, എൻ്റെ മുന്നിൽ പഠിക്കുന്ന പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതില്ല. അതായത് ഒരു ഇൻട്രോ എഴുതുമല്ലോ, അതിനിടയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ കുറച്ചൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് ഒരു എൻഡിങ് കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒക്കെ എഴുതി വെക്കുമ്പോൾ തന്നെ നല്ല മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഹിന്ദി ഞാൻ കുറേ പേര് കണ്ടു ചേച്ചി ഹിന്ദി പേടിയാ, പഠിക്കാൻ പറ്റുന്നില്ല, ഹിന്ദി അങ്ങനെ ഹിന്ദി ഇങ്ങനെ. ഹിന്ദി ഒന്നുമല്ല, ഹിന്ദി ഒന്നുമേ അല്ല. ആക്ച്വലി നിങ്ങൾ അത് മനസ്സിലാക്കുക. SSLC ഒന്നുമല്ല, അത് ആദ്യം മനസ്സിലാക്കുക. SSLC കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും SSLC വെരി സിമ്പിൾ. ഇങ്ങനെ ഞാൻ പറഞ്ഞൊരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെയൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇങ്ങനൊരു ലാംഗ്വേജ് സബ്ജക്റ്റ്. അപ്പോൾ സയൻസ് ഒക്കെ എന്താ ലാംഗ്വേജ് സബ്ജക്റ്റ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോന്നിന്റെ ഫോർമാറ്റിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ അതുപോലെ തന്നെയാണ് ലെറ്ററിന്റെ ഫോർമാറ്റ്. നീ സുഖമായിരിക്കുന്നു, ഞാൻ സുഖമായിരിക്കുന്നു, നിന്റെ കുടുംബക്കാർ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, നീ ജോലിക്ക് പോയോ, നീ പഠിക്കാൻ പോയോ, ഇത്രയും ചോദിച്ചതിന് ശേഷം അടുത്തത് നമ്മുടെ ബോഡിയാണ്, നമ്മൾ എഴുതാനുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോക്സിൽ നമുക്ക് കുറച്ച് ഹിന്റ് തരൂലേ, ഈ ഹിന്റ് നമ്മൾ എടുത്തിടുന്ന സമയത്ത് അതിൽ ചില മേം തുമ്മും ഒക്കെ മാറ്റിയൊക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാറ്റി എഴുതണം. അതിനുശേഷം ഞാനൊരു എൻഡിങ് കൂടെ എഴുതും. ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ബോക്സിൽ സേവ് ആമേ നാം പതാന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. അപ്പൊ നിങ്ങളിത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്ത് എഴുതുക. അത് കുറച്ച് പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? മേം എന്ന് പറയുന്നതും അതിൻ്റെയൊക്കെ അർത്ഥം പഠിക്കണം. ഞാൻ, നീ, നിങ്ങൾ, ഞങ്ങൾ എന്നതിൻ്റെയൊക്കെ ഓരോ ഹിന്ദിയിലുള്ള അർത്ഥങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡയറി ചോദിച്ചാലും ലെറ്റർ ചോദിച്ചാലും ഈ ഒരു ഒറ്റ ഫോർമാറ്റ് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ മാറ്റിയിട്ട് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ എഴുതിയിരുന്നത് ക്വസ്റ്റ്യൻ ഒന്നും എടുത്തെഴുതില്ല. ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ചാപ്റ്ററിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആശയങ്ങൾ പോയിന്റ്സ് ആയിട്ട് ഞാൻ പഠിച്ചു വെച്ചു. ഈ പോയിന്റ്സ് തന്നെ ഞാൻ ഈ ഡയറിയിലോട്ടോ ലെറ്ററിലോട്ടോ എടുത്തിട്ട് കൊടുക്കും. മനസ്സിലായോ? ആ ഒരു ഇൻസിഡന്റിനെ തന്നെ എടുത്തിട്ട് കൊടുക്കും. എന്നിട്ട് അതിൽ നമ്മൾ മേമോ തുമ്മോ ഒക്കെ ചേഞ്ച് വരുത്തി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സർവനാമം പഠിക്കുക എന്നുള്ളത്. ഇപ്പൊ പുല്ലിംഗം ഉണ്ട്, സ്ത്രീലിംഗം ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ സർവനാമം പഠിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സാമിന് ഉറപ്പായിട്ടും 1-2 മാർക്കിന് എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പരീക്ഷയ്ക്കും, ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ബോർഡ് എക്സാം ആയിക്കോട്ടെ, ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സർവനാമം എന്ന് പറയുന്നത്. അപ്പൊ സർവനാമമൊക്കെ ഞാൻ എൻ്റെ നോട്ട്സിൽ ഞാൻ കൊടുക്കാം. ഞാൻ വീഡിയോ ലാസ്റ്റ് പറയും എവിടെ നിന്ന് നോട്ട്സ് കിട്ടും എന്നുള്ളത്. അപ്പൊ ഞാൻ അതൊക്കെ കൊടുക്കും. നിങ്ങൾക്ക് അതെടുത്ത് പ്രിന്റ് എടുത്ത് പഠിക്കും, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ അത് മനസ്സിലാക്കി പഠിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അത് നമുക്ക് ഫസ്റ്റ് ഞാനൊരു പേപ്പറാണ്, ആ ഒരു പേപ്പർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിൽ ഓരോന്ന് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ബഹു വരുമ്പോൾ എന്താണ്, മേ എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ആ ഒരു ഓർഡറിൽ ഇങ്ങനെ സ്പീഡിൽ പഠിക്കുക. എന്നിട്ട് അത് കാണുമ്പം ഒരു ഇത്തിരി ലെവലുള്ളവനാണെങ്കിൽ അത് കാണുമ്പോൾ മനസ്സിലാവും അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ അത് നന്നായിട്ട് നോക്കി വെക്കുക. അതൊക്കെ 1-2 മാർക്കിന്റെയാണ്. ഈ 1-2 മാർക്ക് പോയാൽ തന്നെ നിങ്ങളുടെ A+ ഒക്കെ പോകും. സോ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. മലയാളത്തിനും ഇംഗ്ലീഷിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നത്
പറയാൻ പോകുന്നതും. അതായത് നമ്മുടെ ഓരോ കഥയായിരുന്നാലും കവിതയായിരുന്നാലും എഴുതിയ ആൾക്കാരുടെ പേരും ഓതേഴ്സ് അതിൻ്റെ പേരും അതുപോലെ അത് എന്ത് ടൈപ്പാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പൊ കവിതയുണ്ട്, കഹാനിയുണ്ട്, ദോഹയുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. ഇന്ന കവിത എഴുതി അത് ഇന്ന ടൈപ്പാണ്, മനസ്സിലായിട്ടില്ലേ? അങ്ങനെ നമ്മൾ എഴുതണം. അതിപ്പോ അങ്ങനെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം കിടുക്കി തന്നിട്ട് ഇത് ആരാണ് എഴുതിയതെന്ന് ചോദിക്കും. അപ്പൊ അതാരാണ്? അമൃതലാൽ വേഗടല്ല, അഞ്ജു ഗർബന്താണെന്ന് തോന്നുന്നു, പുള്ളിക്കാരിയാണ് അത് എഴുതിയത്. സോ അങ്ങനെ ഓരോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ ഒരു റൈറ്റപ്പോ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആശയം ചോദിക്കുന്ന സമയത്ത് ഇന്ന ആൾ എഴുതിയ ഇന്ന കവിത, ഓക്കെ, ഇത്രയും പ്രശസ്തയായിട്ടുള്ള കവി ഇന്നാള്, അയാൾ എഴുതിയ ഈ കവിതയുടെ ആശയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എഴുതണം. നിങ്ങൾക്ക് മിസ്റ്റേക്സ് എഴുതുമ്പോൾ വരാറുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് മിസ്റ്റേക്സ് വരായിരുന്നു. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അത് വായിച്ചാണ് മിക്ക ആൾക്കാരും വായിച്ചിട്ടാണ് പഠിക്കുന്നത്. ഞാൻ വായിച്ച് പഠിച്ചിരുന്ന പേഴ്സണാണ്. വായിച്ച് പഠിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. എങ്ങനെ എഴുതുന്നു എന്ന് മനസ്സിൽ നമുക്കൊരു ഒരു സ്കെച്ച് ഉണ്ടായിരിക്കണം, എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. അതുപോലെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട് കാണാതെ എഴുതി പഠിക്കണം, കാണാതെ എഴുതി നോക്കണം. അപ്പം നമുക്ക് ഓർമ്മ, നമ്മുടെ മെമ്മറീനെ അത് ബിൽഡപ്പ് ചെയ്യും. അതുപോലെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ റീചെക്ക് ചെയ്യുമ്പോൾ ഇതിലിപ്പോൾ മിസ്റ്റേക്ക് ഉണ്ട്, എനിക്കിപ്പോൾ ഈ വാക്ക് തെറ്റി എന്നുണ്ടെങ്കിൽ നമ്മളത് തിരുത്തിയിട്ട് നമുക്കിനി എഴുതുന്ന സമയത്ത് അത് തെറ്റാണ്, ഇത് ഇങ്ങനെയല്ല എഴുതാതെ ഇങ്ങനെയാണ് എഴുതാനുള്ളത് നമുക്ക് കറക്റ്റ് നമ്മുടെ മനസ്സിൽ വന്നോളും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴും എഴുതി നോക്കുക, എഴുതി പഠിക്കുകയും കൂടെ വേണം. എഴുതി പഠിക്കുക എന്ന് ഞാൻ പറയുന്നില്ല, ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് എഴുതി നോക്കുക. എഴുതി നോക്കിയതിന് ശേഷം അത് ചെക്ക് ചെയ്യുക, ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ ചെക്ക് ചെയ്യുക. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് ഒന്നും കൂടെ എഴുതി നോക്കുക. അപ്പോഴത്തേനും നിങ്ങളുടെ എഴുത്തിലെ മിസ്റ്റേക്കുകളൊക്കെ മാറിക്കോളും. അപ്പോൾ ഹിന്ദിയിൽ എനിക്ക് ഇത്ര ടിപ്സ് ഒക്കെയാണ് പറയാനുള്ളത്. കാരണം ഞാൻ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെയല്ലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ചെയ്തത്. അവസാനം ഞാൻ പറയുന്നത് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പോയി എഴുതിയ പരീക്ഷ ഹിന്ദിയാണ്. മലയാളം പോലും എനിക്ക് ഇത്ര കോൺഫിഡൻ്റ് ഇല്ല, ഈവൻ ഇംഗ്ലീഷ്. അപ്പം ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് എഴുതിയ എക്സാം ഹിന്ദി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഇപ്പം ഞാൻ പഠിച്ച രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പഠിച്ചൊരു രീതി ഇതാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹിന്ദി എപ്പോഴും പാടാണ് ഓഫ്കോഴ്സ്, പക്ഷേ ലാസ്റ്റ് ബോർഡ് എക്സാം വരുമ്പോഴത്തേനും ഹിന്ദിയൊക്കെ A+ പുല്ല് പോലെ കിട്ടും, പഠിച്ചെടുക്കും. അത്രയ്ക്ക് സിമ്പിളാണ് ഹിന്ദി. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത നോട്ട്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് PDF ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ ഞാൻ നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഹിന്ദിയുടെ ആ ഒരു PDF പിന്നെ ഡിസ്കോഴ്സസും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ സർവ്വനാമത്തിൻ്റെ ആ ഒരു PDF കാര്യങ്ങളെല്ലാം എൻ്റെ വാട്സപ്പ് ചാനലുണ്ട്. അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കണം, നമുക്ക് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ ബയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും സ്ഥലത്ത് ഞാൻ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, അവിടെ നോട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.